ചങ്ങായിമാർ നമ്മളെ മുൻ ക്രിസ്ത്യൻകായ മാത്യു സാമുലാണ് കണ്ടല്ല, മൂപ്പർ സംഘികളെ പിന്നാലെ കൂടിയിട്ടാണ് കേട്ടാ. സംഘികൾ എവിടുന്നൊക്കെ കിട്ടുന്നോ അവിടുന്നൊക്കെ മൂപ്പറുണ്ടല്ല നാടിച്ച് നാണം കെടുത്തി വിട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ കേരളത്തിലും ഇന്ത്യയിലെയും മാധ്യമങ്ങൾ മൊത്തം മുഖ്യ ഒരു വാർത്തയുണ്ടല്ല, സംഘികൾ നാണം കെട്ട വാർത്ത മൂപ്പറുണ്ടല്ല അത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് RSSനില്ലേ നമ്മളെ സംഘികളെ അമേരിക്കയിലേക്ക് വിളിച്ചു വരുത്തിട്ട് അവിടുന്ന് അവരുണ്ടല്ല നാണം കെടുത്തി വിട്ട്. ആ സംഭവം നമ്മൾ ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങൾ മുഖ്യെങ്കിലും നമ്മളെ മാത്യു സാമുലാണ് കണ്ടല്ല അത് കുഴിയെന്നെടുത്ത് പുറത്തിട്ടിട്ട് മൊത്തം അടിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും നമ്മളെ മാത്യു സാമുലാണ് സംഘികളെ നാണം കെടുത്തുന്ന ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഞാൻ ഏകദേശം 2ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ റിലീജിയസ് കമ്മീഷൻ, യുണൈറ്റഡ് സ്റ്റേറ്റ് റിലീജിയസ് കമ്മീഷൻ, അവരൊരു തീരുമാനത്തിലെത്തി. അവർ ഇയർലി റിപ്പോർട്ടിനകത്ത് ഒരു കാര്യം അവർ ഗവൺമെന്റ് ഓഫ് അമേരിക്കയോട് പ്രപ്പോസ് ചെയ്തു. RSSനെയും, അതായത് RIW ഇന്ത്യയുടെ ഇന്റലിജൻസ് എക്സ്റ്റേണൽ ഇന്റലിജൻസ് വിങ് ആണ്, അവരുടെ രണ്ടുപേരുടെ അസറ്റുകൾ ബാൻ ചെയ്യാനും അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കണം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർ അതിൻ്റെ അടി കമന്റ് ചെയ്ത് ഞങ്ങളെ ബാൻ ചെയ്ത് RSS ഇത് മൈൻഡ് പോലും ചെയ്യത്തില്ല, ഞങ്ങൾ ഇത് തള്ളിക്കളയും, ഞങ്ങൾ അത് തള്ളും ഇത് തള്ളും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനിന്ന് കൃത്യമായിട്ട് പറഞ്ഞു, അമേരിക്കൻ ഗവൺമെന്റിനെ പറ്റിയും ട്രംപ് അഡ്മിനിസ്ട്രേഷനെ പറ്റി അറിയാത്തവരാണ് ഇതൊക്കെ പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഹാർഡ് കോർ ക്രിസ്ത്യൻ നേഷനാണ്. ആ രാജ്യത്തിന്റെ ഫണ്ടമെന്റൽസ് മുഴുവനും ക്രിസ്ത്യൻ ഫൗണ്ടേഷനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ ഇന്ത്യയിൽ ഈ നടക്കുന്ന ദളിത് ക്രിസ്ത്യൻസ് അവർക്കെതിരെ നടക്കുന്ന ബജറാംഗ് ദൾ അറ്റാക്ക്, 2 കന്യാസ്ത്രീകളെ അറ്റാക്ക് ചെയ്ത പ്രശ്നം, അതേപോലെ തന്നെ ദളിത് കൺവേർട്ട് ചെയ്തവര് ദളിത് ക്രിസ്ത്യൻസ് അവരെ ശവസംസ്കാരം അടക്കാൻ സമ്മതിക്കുന്നില്ല. അതേപോലെ തന്നെ ബീഫിന്റെ ഇഷ്യൂ, മുസ്ലിങ്ങളുടെ ഇഷ്യൂ, ആ പെൺകുട്ടികളെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അവരെ ദളിത്സിനെ മറ്റേ മാലയൊക്കെ ഇടിയിപ്പിച്ച ഹാത്രാസിൽ കൊണ്ടുപോകുന്നു. ക്രിസ്തുമസ് അറ്റാക്ക്. ഞാൻ പറഞ്ഞു ഇത് അമേരിക്ക വെറുതെ വിടുന്ന പ്രശ്നമല്ല. ഇപ്പോഴാണ് ഇതിന്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അമേരിക്കൻ, അതായത് ഹിന്ദു സേവാ സംഘ്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ന്യൂയോർക്കിൽ. അയാൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള ന്യൂജേഴ്സിയിൽ. അടുത്ത സുഹൃത്ത്, ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ അയാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തോ ഇത്രയും മാത്രം 3-4 RSSന്റെ ലീഡേഴ്സ് അമേരിക്കയിൽ വന്നിരിക്കുന്നത്. ഇപ്പം റാം മാധവ് എങ്ങാണ്ട് കഴിഞ്ഞ 1 വർഷത്തിന്റെ 3ാമത്തെ പ്രാവശ്യമാണ് അമേരിക്കയിൽ പോകുന്നത്. എന്ത് ഇത്ര വലിയ ഡിസ്കഷൻ അവിടെ നടക്കുന്നത് ഇന്ത്യൻ ഔട്ട്റീച്ചുമായിട്ട് ബന്ധപ്പെട്ട്. പുള്ളി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഇവരെ വിളിച്ചു വരുത്തിയേക്കുവാണ്. അതായത് അമേരിക്കൻ ഗവൺമെന്റിന്റെ ഈ പറയുന്ന കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടവർ റാം മാധവ്, അതായത് അയാൾ അവിടെ പോയിട്ടാണ് ഇന്ത്യ ഏതാണ്ട് സറണ്ടർ ചെയ്തു എന്ന് ഒരു എഡ്സൺ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെമിനാറിൽ അയാൾ പറഞ്ഞത്. അതായത് 50% ടാരിഫ്, 18% ടാരിഫ്, റഷ്യയോട് എണ്ണ മേടിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തി, അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ സറണ്ടർ ചെയ്യുന്ന അയാൾ അബദ്ധവശാൽ പറയുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അയാൾ ക്ഷമയും ചോദിച്ചു. എന്തിനാണ് ഇതിനെ വിളിച്ചു വരുത്തിയിരുന്നത്? ഈ പറയുന്ന റാം മാധവനെയും അതേപോലെ ദത്രാത്ത് ഹൊസബലെ, അവർ രണ്ടും RSSന്റെ മോഹൻ ഭാഗവത് കഴിഞ്ഞ ഏറ്റവും സീനിയർ ലീഡേഴ്സ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുക. Shri Bhanabji, how you doing? What do you have to say about the RSS burning Christians alive? What do you have to say about the RSS gang raping Muslim women? What do you have to say about the RSS massacring Christians and Muslims in India? ഈ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന റാം മാധവനോട് അവിടെയുള്ള ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തിനാണ് ഇവിടെ അമേരിക്കയിൽ വന്നത്? RSSന് എന്താണ് അമേരിക്കയിൽ കാര്യം? നിങ്ങൾ എന്ത് ഔട്ട്റീച്ചിനാണ് വന്നത്? നിങ്ങൾ ഇവിടെ കന്യാസ്ത്രീകളെ ലിഞ്ച് ചെയ്യുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാകാം അമേരിക്കയിലെ ഈ പറയുന്ന ഇന്ത്യക്കാരോട് വെറുപ്പിന്റെ സംഭവം വലിയ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വലിയൊരു ഡെലിഗേറ്റ് പോയിട്ടുണ്ട്, അതായത് അമേരിക്കയിൽ. എന്തിനാ? ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ വേണ്ടി ഫൈനൽ റൗണ്ട്. ഒന്നാമതായിട്ട് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഇപ്പോഴാണ് അമേരിക്ക തുറന്ന് ഇവരോട് പറയുന്നത്, കാരണം നിങ്ങൾ ആ റഷ്യൻ ഓയിൽ മേടിക്കുന്ന മറ്റൊന്നുമല്ല ഞങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങൾ അവരെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ റഷ്യൻ ഓയിൽ കൊണ്ടുവരും, മറ്റേ ടാരിഫ് കൊണ്ടുവരും, 18% കൊണ്ടുവരും, നിങ്ങളെ ഞങ്ങൾ ഒടിച്ചങ്ങ് മടക്കും. ഇപ്പോഴാണ് മോദി ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പിടികിട്ടിയത്. കാരണം RSS ആണ് സ്റ്റേക്ക് ഹോൾഡർ. ഈ പറയുന്ന ക്രൈസ്തവരെ ഇത്രയും അറ്റാക്ക് ചെയ്യുന്നു, മുസ്ലിങ്ങളെ ദ്രോഹിക്കുന്നു, വല്ലാത്ത രീതിയിൽ ഗവൺമെന്റിന്റെ മിഷണറി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഗവൺമെന്റിന്റെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ഏതെങ്കിലും ഓർഡർ കൊണ്ടുവന്നിട്ട് വീടടിച്ച് പൊളിക്കുന്നു, ബൈബിൾ കൊണ്ടു കിടക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളിത് ആദ്യം വിചാരിക്കണം, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഇതൊന്നും സമ്മതിച്ചു കൊടുക്കുന്ന രാജ്യമല്ല. അവർ വേറെ ഇഷ്യൂവിന്റെ കയറി പിടിക്കും. ആ ഇഷ്യൂ പബ്ലിക്കായിട്ട് പറയത്തില്ല. അതിനവരൊരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അതിനെക്കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കും. പക്ഷെ അതിന്റെ മേളിൽ വേറെ ഇഷ്യൂ പറയും. റഷ്യൻ ഓയിൽ, അതിന്റെ ടാരിഫ്, ഇതിന്റെ ടാരിഫ്, ഇന്ത്യ ശരിയായിട്ടല്ല പോകുന്നത്. എന്താ ലിൻസി ഗ്രഹാം, അതായത് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡർ, ട്രംപിന്റെ റൈറ്റ് ഹാൻഡ്, ഇയാൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇയാൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കയുടെ റിപ്പബ്ലിക്കൻ പാർട്ടി ലീഡേഴ്സ് എല്ലാം അവിടുത്തെ ഈ പറയുന്ന സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ചും അവിടുത്തെ ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെയും കാത്തലിക് സഭയുടെ ഒക്കെ നേതാക്കന്മാരാണ്. അവർ പാസ്റ്റർമാരും 24 മണിക്കൂർ ഈ സംഭവമായിട്ട് നടക്കുന്നവരാണ്. അവർക്ക് പൊളിറ്റിക്സും ഉണ്ട്. അവരാണ് അധികാരത്തിൽ വന്നത്. അപ്പൊ ഇന്ത്യ നിൽക്കെ പോകുന്ന ഈ ക്ലിപ്പിംഗ് ഒക്കെ ഗ്ലോബൽ വൈറലായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള സംഘപരിവാറും കേരളത്തിലുള്ള മണ്ണൂണികൾ വിചാരിച്ചു അവരിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരിതൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അറിയാൻ സാധിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കണം, നെഗോഷിയേറ്റ് ചെയ്യണം. അവരുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് അവർ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യും ഞങ്ങൾക്ക് അറിയണം. എന്തുകൊണ്ടാണ് ഇതേപോലെയുള്ള പല സ്റ്റേറ്റുകളിലും പല നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്? ലോകത്തെവിടെയും കേൾക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? എന്തിനാണ് ഈ ദളിത്സിനെ അറ്റാക്ക് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പിറകിലുള്ളത്? എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയുടെ സഹായം വേണമെന്ന് പറയുന്നു. അതിനെ അവർ ചോദ്യം ചെയ്തു. ഞങ്ങൾക്ക് അറിയണം എന്താണ് ഇഷ്യൂ. ഇതാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ ചെയ്തു തരും.
അതായത് RSS പോലെ അവിടെ HSS, ഹിന്ദു സേവാ സംഘ്, അവരുടെ ആക്ടിവിറ്റീസ് എടുത്ത് ദൂരെ കളയും. അതിന്റെ കൂടെ RAW പിടിച്ചങ്ങ് ബാൻ ചെയ്യും. ഇതാണ് ഉണ്ടായത് അകത്തുനിന്ന്. അതായത് HSSന്റെ സീനിയർ ആയിട്ടുള്ള ന്യൂജേഴ്സിയിലെ ഒരു ലീഡറാണ് പറഞ്ഞത്. അവർ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരുമിച്ച് മ്യൂച്വലായിട്ട് ലോകത്തിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. അല്ലെങ്കിൽ ഏകദേശം 1% അമേരിക്കൻ പോപ്പുലേഷൻ ഇന്ത്യൻ ഒറിജിൻ ഉണ്ട്. അവിടെ RSSന്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടുന്ന് പണം പിരിച്ച RSS ഇന്ത്യയിൽ പലയിടത്തും സ്കൂളുകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാം എങ്ങനെ നിങ്ങളെ എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഞങ്ങളും ബാൻ ചെയ്യുമെന്ന് പറഞ്ഞു. തുറന്നങ്ങ് പറഞ്ഞു. നിങ്ങൾ അവിടെ ക്രിസ്ത്യാനികളെ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ പാസ്റ്റർമാരെ ഒരു കാരണമില്ലാതെ ജയിലിൽ അടയ്ക്കാൻ പറ്റില്ല. പോലീസിനെ ഉപയോഗിച്ച് ഈ പരിപാടികൾ പറ്റില്ല എന്ന് തീർത്തും പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. ഇതിനു വേണ്ടി വിളിച്ചു വരുത്തി. അതുപോലെ വേറെ കാര്യം മനസ്സിലാക്കുക, ഇന്ത്യ പ്രതിരോധ ആവശ്യത്തിനായിട്ട് അമേരിക്കയിൽ പോയി. കാരണം ഇന്ത്യയുടെ എയർ ചീഫ് മാർഷലും മറ്റുള്ളവർ ഫ്ലൈറ്റ് മേടിക്കാം, അത് മേടിക്കാം. അവരുടെയൊക്കെ ആ ഇഷ്യൂ, അവർ ഫ്ലൈറ്റും തരാം, ചോപ്പറും തരാം, വെപ്പൺസ് ഒക്കെ തരാം. പക്ഷേ ഈ ഇഷ്യൂ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യണം. ഇന്ത്യയിൽ ഈ സംഭവം മുന്നോട്ട് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ വേണം, അമേരിക്കൻ വെപ്പൺസ് വേണം, അമേരിക്കൻ സഹായം വേണം. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യാനികളെ ആട്ടി ഓടിക്കും. ഒരു ഗ്രാമത്തിൽ അവരുടെ ശവം അടക്കാൻ സമ്മതിക്കുന്നില്ല. അവരെ ചെരുപ്പുമാല ഇടിയിപ്പിക്കുന്നു. ബൈബിൾ കൊണ്ട് കിടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കും അറിയാം നിങ്ങളെ എങ്ങനെ ചെയ്യണം. ഞങ്ങൾ ഏത് രീതിയിലാണ് ഇന്ത്യക്കാരെ അമേരിക്കയിൽ റെസ്പെക്ട് ചെയ്യുന്നത്, അതേ റെസ്പെക്ട് ഇന്ത്യയിലുള്ള ക്രൈസ്തവർക്കും കൊടുക്കണം. അവർ കട്ട് ത്രോട്ടായിട്ട് പറഞ്ഞു. അതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രത്യേകത. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇത് പറയത്തില്ല. ട്രംപ് അല്ല, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, ഡെമോക്രാറ്റ്സും ഇത്ര കട്ട് ത്രോട്ടായിട്ട് പറയത്തില്ല. പക്ഷേ ഇവർ കട്ട് ത്രോട്ടായിട്ട് പറഞ്ഞു. ഈ രണ്ട് ലീഡേഴ്സിനോടും HSS, അതായത് ഹിന്ദു സേവാ സംഘം, അതിന്റെ ലീഡേഴ്സും ഉണ്ടായിരുന്നു. ഇവരുടെ കാരണം ഇൻഡോ വിവേകാനന്ദ ഫൗണ്ടേഷന്റെ ആൾക്കാരുണ്ടായിരുന്നു. ഈ അമേരിക്കയിലെ ഹിന്ദു ഓർഗനൈസേഷൻ, വലിയ ഓർഗനൈസേഷനാണ്. അതായത് പണ്ട് സ്വാമി വിവേകാനന്ദ പോയി നടത്തിയ ഓർഗനൈസേഷൻ. അവരുടെ ആ കൂട്ടരോടും കൂടെ പറഞ്ഞു. അപ്പോൾ RSSന്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, അവരുടെ അസറ്റുകൾ അവിടെ ബാൻ ഉണ്ടാകാൻ പാടില്ല. കാരണം അസറ്റ് വലിയ പ്രശ്നമാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഇഷ്യൂ, കേരളത്തിലെ സംഘപരിവാരം മനസ്സിലാക്കേണ്ട ഇഷ്യൂ എന്ന് പറയുന്നത്, ഹാർഡ് കോർ സംഘപരിവാർ മനസ്സിലാക്കേണ്ട ഇഷ്യൂ, RSS ഇന്ത്യയിൽ RSS കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSSന്റെ ആക്ടിവിറ്റീസ് ഉള്ള അമേരിക്കയിലാണ്. ഈ പറയുന്ന യോഗയാണെങ്കിലും പല അമ്പലങ്ങളാണെങ്കിലും ഇതൊക്കെ RSSന്റെ മേൽനോട്ടത്തിൽ HSS എന്ന് പറയുന്ന സംഭവം നടത്തുന്നത്. ഈ പല സ്വാമിമാർ അവിടെ നിന്ന് താമസിക്കുന്നുണ്ട് ഹിന്ദു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി. അതിലൊന്നും അമേരിക്കയ്ക്ക് യാതൊരു പ്രശ്നമില്ല, നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറഞ്ഞു. RSSന്റെ ഡിമാൻഡ് എന്തുവാ പ്രധാനമായിട്ടും? അതായത് അവിടെയുള്ള ക്രിസ്ത്യൻ സംഘടനകൾ, റിപ്പബ്ലിക്കൻ പാർട്ടിയും ഇന്ത്യക്കാർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നു പലയിടത്തും, അത് നിർത്തണം. അപ്പോൾ അമേരിക്ക അവർ പറഞ്ഞു അതവർ നിർത്താം. പക്ഷേ ഇന്ത്യയിലുള്ള ക്രൈസ്തവരെ അറ്റാക്ക് നിർത്തിയേ മതിയാവത്തുള്ളൂ. നിങ്ങൾ ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവിടെയുള്ള, അതായത് അമേരിക്കയിലുള്ള ഈ പറയുന്ന ഹിന്ദു സന്യാസിമാരുടെ അവർ ആശ്രമം പൂട്ടുമെന്ന് തന്നെ പറഞ്ഞു. കാരണം ഏറ്റവും വലിയ ഉയരത്തിലുള്ള ഈ ഷുഗർലാൻഡ് എന്ന് പറയുന്ന ടെക്സാസിലെ ഹനുമാന്റെ മന്ദിരം, അത് ഇതൊക്കെയുണ്ട്. അമേരിക്കയിൽ ഇഷ്ടംപോലെ, ഈ പെൻസിൽവാനിയയിലൊക്കെ ഇഷ്ടംപോലെ ഹിന്ദു അമ്പലങ്ങളൊക്കെ ഉണ്ട്. അത് പോയാൽ ഇഷ്ടം പോലെ ഉണ്ട്. ന്യൂജേഴ്സിയിലുണ്ട്. അവിടുത്തെ ആക്ടിവിറ്റീസും തടയെന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികളെ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യുന്നു? ഈ ചോദ്യത്തിനൊന്നും ഈ പറയുന്ന റാം മാധവനും ദത്താത്രേയ ഹൊസബലയ്ക്കൊന്നും ഉത്തരവില്ലാതായി. അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ത്യ അമേരിക്ക ഇഷ്യൂവിന്റെ കാതലായ കാര്യത്തിലോട്ടങ്ങ് പോയി. നിങ്ങൾ റഷ്യൻ ഓയിൽ മേടിക്കുക, അത് ഇയാൾക്ക് നിങ്ങളുടെ കാര്യം. പക്ഷെ നിങ്ങൾ ക്രൈസ്തവരെ ഇന്ത്യയിൽ ഉപദ്രവിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇഷ്യൂ കൊണ്ടുവരും നിങ്ങളുടെ മുകളിൽ. ഈ സാധനത്തെ ഞങ്ങൾ ബാൻ ചെയ്യും. അതായത് ഹിന്ദു സംഘടനകൾക്ക് അമേരിക്കയിലല്ല ലോകത്തെവിടെയും പ്രവർത്തിക്കുന്ന രീതിയിൽ ഇല്ലാതാക്കിക്കളെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ലോകത്തെവിടെയും നിങ്ങളെ അമേരിക്കയിൽ ബാൻ ചെയ്താൽ മതി, ഇന്ത്യ ഒഴികെ ലോകത്തെല്ലായിടത്തും ഓട്ടോമാറ്റിക് ബാൻ ആയിക്കോളും. അതുകൊണ്ടല്ലേ അവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഗ്ലോബൽ പറഞ്ഞു മനസ്സിലാക്കി തരാം എന്തുവാണ്. ഒരു ടെറർ സംഘടനയെ യുണൈറ്റഡ് നേഷനൊന്നും ബാൻ ചെയ്യേണ്ട, അവരെ അമേരിക്ക ബാൻ ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക് ബാനാണ് ഗ്ലോബലായിട്ട്. ഈ പറയുന്ന അമേരിക്കൻ അലയൻസും മറ്റുള്ള രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാൻ ആയിപ്പോൾ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ഭയന്നിട്ടാണ് ഈ നേതാക്കന്മാർ അവിടെ പോയി ഔട്ട്റീച്ചിന് ശ്രമിക്കുന്നത്. അല്ല ഞങ്ങൾ തെറ്റുകാരല്ല, ഞങ്ങൾ അതല്ല ഇതല്ല. അതിൽ കൃത്യമായിട്ട് അമേരിക്ക സ്റ്റാൻഡ് എടുത്തു. RSS തന്നെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്ന ബജറാങ് ദളിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെ ഉപയോഗിച്ച് ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നു, അത് ഞങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. ഇത്രയുള്ളവർ പറഞ്ഞത്. ഇതിനു വേണ്ടിയാണ് RSS നേതാക്കളെ അമേരിക്ക വിളിച്ചു വരുന്നത്. അതായത് അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്ന ഇതാണ്. അവരാദ്യം ഡിസ്കഷനും പരിപാടിയും നെഗോസിയേഷനും ഒക്കെ നടത്തും. അതിനകത്തൊരു തീരുമാനം ഉണ്ടാകണം, അതനുസരിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവർക്ക് അടുത്ത വഴി അറിയാം. മൂപ്പർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഇതാണ് നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങളും ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങളും മുക്കിയ സംഖ്യകളും നാണം കെട്ട വാർത്ത. അതായത് ട്രംപിന് വേണ്ടി ഇടുന്ന വീരവാദം മുഴക്കുന്ന ടീമിനാ ട്രംപിനുണ്ടല്ല അവിടെ വിളിച്ചു വരുത്തിട്ട് അവിടെ നിന്ന് നാണം കെടുത്തിയ വാർത്ത. ഈ ചങ്ങായിനുണ്ടല്ല നമ്മൾ മാത്യു സാമുവലാണ് നമ്മൾ എപ്പോഴൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ല, മൂപ്പർക്കുണ്ടല്ല അമേരിക്കയുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ടല്ല, അതൊക്കെ നമ്മളെ കേരളത്തിലെ മാധ്യമം കിട്ടുന്നതിന് മുമ്പിലെ മൂപ്പർക്ക് കിട്ടും. അതുകൊണ്ട് മൂപ്പർ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് 100% വിശദീകരിക്കാൻ കഴിയും. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. മൂപ്പറ കമന്റ് ബോക്സിലുണ്ടല്ല സംഖ്യകൾ പോയിട്ട് തെറിവിളിയോട് തെറിവിളിയാണ്. അതായത് സംഖ്യക്ക് നല്ലോണം കുരുപൊട്ടിട്ടുണ്ട്. അപ്പൊ ഈ വാർത്തയുണ്ടല്ല 100% സത്യമാണ്. എന്താണ് നമ്മൾ മാത്യു സാമുവലാണല്ലോ സംഖ്യകളായിട്ട് തെറ്റിയതിനു ശേഷമുണ്ടല്ല സംഖ്യക്ക് വെച്ചടി പണി കിട്ടലാണ്. അതുകൊണ്ട് സംഖ്യക്ക് തീരുമ്പം പണി കൊടുക്കുന്ന നമ്മളെ മാത്യു സാമുവലാണെന്നും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.